രാജ്യത്ത് നടുക്കിയ വിമാന ദുരന്തമാണ്. എസ് വിജയകുമാർ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. വിജയകുമാർ, ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഈ ദുരന്തത്തിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണല്ലോ. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ. ഉന്മേഷ്, ഇതിൽ മുഴുവൻ ആളുകളും അപകടത്തിനിരയായി എന്ന് പറഞ്ഞ അതേ അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെയാണ് ആശുപത്രിയിൽ ഒരാൾ ചികിത്സയിലുണ്ട് എന്ന് പറയുന്നത്. അയാളുടെ സീറ്റ് നമ്പർ 11A ആണ്. 11A എന്ന സീറ്റ് നമ്പറിൽ യാത്ര ചെയ്ത ആ പാസഞ്ചേഴ്സ് ലിസ്റ്റ് അനുസരിച്ചാണെങ്കിൽ ആ യാത്രക്കാരൻ്റെ പേര് രമേശ് വിശ്വാസ് കുമാർ എന്നാണ്. അദ്ദേഹം 11A എന്ന ആ ലിസ്റ്റിൽ യാത്ര ചെയ്തിട്ടുള്ളയാളാകാനാണ് സാധ്യത. 2 പേരാണ് ഇതിൽ ആ ലിസ്റ്റിൽ കാണുന്നത്. ഒന്ന് ഒരു രമേശ് വിശ്വാസ് കുമാറും ഒന്ന് രമേശ് അജയ് കുമാറും. ഈ 2 യാത്രക്കാരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം അവിടെ ഈ പറയുന്ന ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എന്നാണ് നമ്മൾ കരുതുന്നത്. അതിൽ ഇനി ആരാണ് എന്നതും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന് മാത്രമാണ് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ അറിയിക്കുന്നത്. നേരത്തെ മുഴുവൻ ആളുകളും ഈ അപകടത്തിൽ പെട്ടു എന്ന വിവരം പറഞ്ഞതും ഇതേ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെയായിരുന്നു. അദ്ദേഹം അത് റോയിട്ടേഴ്സിനോടാണ് ആദ്യം ഇക്കാര്യം പറഞ്ഞത്. പിന്നീട് റോയിട്ടേഴ്സ് തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ മറ്റ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഈ ഉദ്യോഗസ്ഥനെ കോട്ട് ചെയ്ത് തന്നെയാണ് മുഴുവൻ ആളുകളും ഈ അപകടത്തിൽ പെട്ടു എന്ന വിവരം പറയുന്നത്. ഇത് ANIയോട് അല്പസമയം മുമ്പ് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് GS മാലിക് എന്നാണ് ആ ഉദ്യോഗസ്ഥൻ്റെ പേര്, സിറ്റി പോലീസ് കമ്മീഷണർ. അദ്ദേഹം പറഞ്ഞത് പോലീസ് ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അയാൾ സീറ്റ് നമ്പർ 11A ഉള്ളയാളാണ്, ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നാണ് പറയുന്നത്. മറ്റു വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പോൾ ആ യാത്രക്കാരൻ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിവരവുമില്ല. അവരൊക്കെ ഗുരുതരമായ പരിക്കുകളോടെ വന്നതാണ്. അതിൽ 204 പേരുടെ മരണം ഔദ്യോഗികമായി ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ മറ്റ് വിവരങ്ങൾ ഒരുപക്ഷെ ആശുപത്രിയിൽ നിന്നാണ് ഔദ്യോഗികമായി വരേണ്ടത്. അതിൻ്റെ വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരാൾ ഈ അപകടത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾ മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാൾ സീറ്റ് നമ്പർ 11A യാത്ര ചെയ്തതാണ് ആളാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലായി വേണം നമുക്ക് അതിനെ കണക്കാക്കാൻ. കാരണം ഇത്രയും വലിയ അപകടമാണ്. നമുക്ക് ആ ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്ന് ആ സമയം ഈ വാർത്താ ഏജൻസികളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ നൽകിയ ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഭയാനകമാണ്. നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാൻ പോലും കഴിയാത്ത തരത്തിൽ വല്ലാതെ നമുക്ക് ഹൃദയഭേദകമെന്ന് പറയാവുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു. അതിനിടയിലാണ് ഒരാൾ ജീവനോടെ ഉണ്ട്, ചികിത്സയിലുണ്ട് എന്ന വിവരം ഇതാ ഇപ്പോൾ അഹമ്മദാബാദിലെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അയാൾ ആരാണ് എന്നും എവിടെയുള്ള ആളാണ് എന്നും എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എന്നത് സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ ഒരുപക്ഷെ അല്പസമയത്തിനകം അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് കരുതാം. ഇപ്പോൾ ഈ അപകടം സംബന്ധിച്ച് ഇപ്പോൾ കേന്ദ്രമന്ത്രി വ്യോമയാന മന്ത്രി പറഞ്ഞതുപോലെ അതിൽ എന്തെങ്കിലും എങ്ങനെ ഈ അപകടമുണ്ടായി എന്നത് സംബന്ധിച്ച് ഒരു തരത്തിലും ഔദ്യോഗികമായൊരു വിശദീകരണം നൽകാൻ പറ്റുന്ന തരത്തിൽ പ്രാപ്തമായ ഏജൻസികളില്ല, അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ നൽകാൻ പറ്റുന്ന അവസ്ഥയല്ല. വിമാനം ഏതാണ്ട് ഭാഗികമായി തകർന്നു, അത് നിലംപരിശായി കത്തിച്ചാമ്പലാവുകയും ചെയ്തു. അതിലെ ഇനിയിപ്പോൾ അതിൻ്റെ ഡിവൈസുകൾ എടുത്ത് അതിൻ്റെ കോക്പിറ്റ് റെക്കോർഡറൊക്കെ പുറത്തെടുത്ത് അതിൽ പരിശോധിച്ച് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ സാങ്കേതികമായി കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് അതിലേക്കൊക്കെ കടക്കാൻ പോകുന്നതേ ഉള്ളൂ. മറ്റൊന്ന്, ഇതിൽ ഈ ഘട്ടത്തിൽ ഈ വിദഗ്ധർ നൽകുന്ന വിവരങ്ങൾ മാത്രമാണ് ഉള്ളത്. ദൃക്സാക്ഷികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ വരുന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മളുടെയൊക്കെ മുന്നിലുള്ളത്. ഈ വിമാനത്തിന് ആ സമയത്ത് പൈലറ്റ് ഒരു മേഡേ കോൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് നൽകിയിരുന്നു. അത് നമുക്കറിയാം, അവസാനമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു പൈലറ്റ് നടത്തുന്ന ഒരു ശ്രമമാണ്. ആ കോളിനോട് ATC റിയാക്ട് ചെയ്തെങ്കിലും പിന്നീട് ഒരു റിപ്ലൈയും പൈലറ്റിൻ്റെ ഭാഗത്തു നിന്ന് വിമാനത്തിൽ നിന്നുണ്ടായില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കോളിന് തൊട്ടു പിന്നാലെ ആ വിമാനം ഈ അപകടത്തിൽ പെട്ടു എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതുകൊണ്ട് അതിൽ മറ്റു തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ആ പൈലറ്റിൻ്റെ നിസ്സഹായ അവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. സാങ്കേതിക തകരാർ എന്ന നിലയ്ക്കാണ്, എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബോയിങ് കമ്പനിക്കും ഇതിൽ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാൻ അവർക്കും കഴിയുന്നില്ല. പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട് എന്നുമാണ് ബോയിങ് അറിയിച്ചിരിക്കുന്നത്.